ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ വിപണിയിൽ ഞെട്ടിക്കുന്ന മൈലേജുമായിട്ടാണ് കേട്ടോ നമ്മുടെ മാരുതി സുസുക്കി വന്നിരിക്കുന്നത്. ഗ്രാൻഡ് വിത്താര സ്ട്രോങ് ഹൈബ്രിഡായ ഈ ഒരു മോഡൽ. ഈ വാഹനത്തിന് മൈലേജ് ഈ ഒരു മാരുതി കമ്പനി അവകാശപ്പെടുന്നത് 27.95 കിലോമീറ്റർ പെർ ലിറ്ററിലാണ് കേട്ടോ. അതായത് 1 ലിറ്റർ പെട്രോളിൽ 27 കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടുന്നതാണ് അവകാശപ്പെടുന്നത് ഈ ഒരു മാരുതി സുസുക്കിയുടെ കമ്പനി. ഈ വാഹനത്തിൻ്റെ ഫുൾ വിവരങ്ങൾ അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതിനു മുന്നായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂ ഒന്ന് നോക്കുന്ന സമയത്ത് ഈ DLR ഇൻഡിക്കേഷൻ്റെ അവിടെ നിന്ന് ഒരു കട്ട് മാർക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കട്ട് മാർക്ക് ഫെൻഡറും കഴിഞ്ഞ് ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് റിയർ ഡോറും കഴിഞ്ഞ് ആ ഒരു പാനലിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന് ആ ഒരു ടൈലാമ്പിൽ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് മാർക്കിലാണ് അത് പിടിച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾക്ക് കാണാൻ സാധിക്കും ബാക്ക് ബമ്പർ എന്നൊരു കട്ട് മാർക്ക് വരുന്നുണ്ട്. അത് റിയർ പാനലും കഴിഞ്ഞ് റിയർ ഡോറും കഴിഞ്ഞ് നേരെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ആ ഒരു കട്ട് മാർക്ക് നല്ല രസകരമായിട്ടുള്ളൊരു മാർക്ക് തന്നെയാണ് കേട്ടോ. അത് നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അണ്ടർ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു സൈഡ് സിൽ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു കളറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വീൽ ആർച്ചിലും നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഗാർണിഷും കൂടെ അതിൽ നൽകിയിട്ടുണ്ട്. അതൊരു വൈറ്റ് കളറിൽ അത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഡബിൾ കളറോട് കൂടിയിട്ടുള്ളൊരു അലേവിലും കൂടി അതിനെ നൽകിയിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കൂടിയിട്ടാണ് ഈ ഒരു അലേവിൽ. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 215/60R17 ഈ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടയർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് സിസ്റ്റം തന്നെയാണത്. ഇതിൻ്റെ റെയിൻ ഗാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പീസായിട്ടാണ് കേട്ടോ റെയിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നത്. റിയർ ക്വാർട്ടർ ഗ്ലാസ്, ബാക്ക് ഡോറ്, ഫ്രണ്ട് ഡോറ്. നല്ല മനോഹരമായിട്ടുള്ളൊരു റെയിൻ ഗാർഡ് തന്നെയാണ് അത്. സൈഡ് ഡോർ വെതർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 പീസാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. നേരെ സ്ട്രെയിറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ്, റിയർ ഡോറ്, അതേമാതിരി ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലും കൂടെ അത് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അത്. റൂഫ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സിൽവർ കളറുള്ളൊരു റെയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല പതിഞ്ഞ് കിടക്കുന്ന ഒരു ഡിസൈനാണത് കാണുന്നത്. സൈഡ് മിററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇൻഡിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ടൈപ്പുള്ള ഒരു മിററാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ 2 സൈഡും ഈ ഒരു ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് മാരുതി. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു ക്യാമറ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ്. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ക്യാമറ കൂടിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബമ്പറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു എംബ്ലത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു ക്യാമറ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിക്കി സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിക്കി ഡോറിലാണ് ആ ഒരു ക്യാമറ നൽകിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കാണുന്നത് ഒരു DLR ആണ്. അതായത് LED ടൈപ്പാണ് കേട്ടോ. നല്ലൊരു ഇൻഡിക്കേഷൻ ലാമ്പും കൂടിയാണ്. അതൊരു 3 ലെയറായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. മാരുതിയിൽ ഇതുവരെ കാണാൻ പറ്റാത്തൊരു ഡിസൈനും കൂടിയാണത്. തൊട്ട് താഴെ ബമ്പറിലാണ് കേട്ടോ ഈ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. LED പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വിത്ത് ഓട്ടോമാറ്റിക് ഫങ്ഷനും കൂടി ഇതിലുണ്ട്. ഈ ബമ്പറിൻ്റെ തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഗാർണിഷാണ്. നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ മൊത്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൾഡ് ടൈപ്പ് ഫ്രണ്ട് ഫേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ക്രാഫ്റ്റഡ് ക്രോം ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു ഗ്രില്ലും കൂടിയാണത്. ഡിക്കി സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു LED ടൈപ്പിലുള്ള ടൈലാമ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകതരം എന്ന് പറയുന്നത് ഒരു ബാക്ക് സൈഡ് ആ ഡിക്കി മുഴുവനും ഈ ഒരു LED ടൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ ഫോറിൻ കൺട്രി ബൈക്കുകളിലാണ് ഈ ഒരു മോഡൽ കണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ മാരുതി ഇന്ത്യൻ വിപണിയിലും ഈ ഒരു ടൈപ്പിലുള്ള ടൈലാമ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു ടൈലാമ്പാണ് കേട്ടോ അത്. ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബമ്പറിൽ തന്നെയാണ്. ആ ഒരു ഇൻഡിക്കേഷൻ കത്തുന്നതാണ് അതിൻ്റെ സൈഡ് ഇൻഡിക്കേഷൻ ലാമ്പാണ്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് റിവേഴ്സിൻ്റെ, അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് റിഫ്ലക്ടറാണ് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ആ ഒരു റൗണ്ടിൽ കാണുന്നതാണ് ഒരു സെൻസറാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്ന സെൻസറാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബോട്ടം സൈഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം ഒരു
ബമ്പർ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ കളറോട് കൂടിയിട്ടുള്ളതും അതിലൊരു ബ്ലാക്ക് ഷൈനിങ്ങോടിട്ടുള്ള ഒരു ഗാർണിഷാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു ഗാർണിഷ് തന്നെയാണ് അതിൽ. ഒരു സ്റ്റീലിൻ്റെ കളറും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു കളറ് തന്നെയാണത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതും ഇത് സെൻസറാണ്. ഏകദേശം ഒരു 4 സെൻസർ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡായിട്ട്. നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതൊരു സ്പെയർ വീലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കിയുടെ തൊട്ട് താഴെയാണിത് ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഡിസ്റ്റർബ് ഇല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കാണുന്നതാണ് അതിൻ്റെ ബാക്ക് സൈഡിലെ മിററാണ്. നമുക്ക് ആവശ്യാനുസരണം അത് യൂസ് ചെയ്യാം. ഈ സ്പോയറിലും ഒരു സ്റ്റോപ്പ് ലാമ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ആൻറ്റിനി ഇതിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല രസകരമായിട്ടുള്ളൊരു ഫ്ലാറ്റ് ആൻറ്റിനിയാണ്. ഈ വാഹനത്തിൻ്റെ ഡിക്കി സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായ ഒരു സ്പേസാണ് ഇവിടെ കാണുന്നത്. ഇതൊരു 2 തട്ടായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തട്ടിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾക്കിതിൻ്റെ ലിഥിയം ബാറ്ററി എന്ന് പറയുന്നത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേലെ ഒരു അഡീഷണൽ ഒരു തട്ടും കൂടെ വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് കാണാം ഇതൊന്ന് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ ഉപകരണങ്ങൾ കാണാം. അതായത് ജാക്കറ്റ് റൂൾസ് എല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ലഗേജ് വെച്ച് പോകാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ അവിടെ കാണുന്നത്. റെയർ സൈഡിൽ സീറ്റിലൊരു 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിലവിൽ. അതുപോലെ തന്നെ ഇതൊരു 2 ടൈപ്പിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് റിയർ സീറ്റിൽ. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശം ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്തിന് ഈ ഡോർ പേഡിൽ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ആ പിടിക്കുന്ന ആ ഒരു ഭാഗത്ത് ലെതർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ലെതർ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കിത് കാണാം പവർ വിൻഡോ സ്വിച്ച്, അതേമാതിരി ഹോൾഡിങ് ടൈപ്പ് വരുന്ന മിററിൻ്റെ ഒരു സ്വിച്ചുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾക്ക് 1 ലിറ്റർ വെള്ളം വയ്ക്കാൻ പാകത്തിന് ഒരു സ്പേസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സൈഡ് സീറ്റിൽ കാണാൻ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഹോൾഡിങ് ടൈപ്പുള്ള 2 നീഡിലൂടെ ഇതിന് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കൂടിയാണ് കേട്ടോ. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഏത് രീതിയിലേക്കാണോ വേണ്ടത് ആ രീതിക്ക് വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് വാഹനം നല്ല സുഖകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ഗ്രാൻഡ് വിത്താരയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എസ് കാണുന്നുണ്ടോ, അതാണ് ഹോണിൻ്റെ ഒരു പേഡ്. അതിൽ തന്നെയാണ് ഇതിൻ്റെ എയർ ബാഗും കൂടി വരുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻസൽ ബട്ടൺ കാണാം. അത് ക്രൂയിസ് കൺട്രോളിൻ്റെ ക്യാൻസൽ ബട്ടണാണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ബൈക്കുകളുടെ സ്പീഡ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുമായിട്ടുള്ളൊരു സ്വിച്ചാണ്. ആ റൗണ്ട് ടൈപ്പിൽ കാണുന്നതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്. അതിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ആവുന്നതായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് സ്റ്റീരിയോയുടെ വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണും കൂടെ അതിൽ നിലവിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ സ്വിച്ചുകൾ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ടിങ് സ്വിച്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീല കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് റൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്റ്റീലിൻ്റെ കളറോടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് അത് കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്വിച്ചും കൂടെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡപ്പ് മിററിൻ്റെ ഒരു സ്വിച്ചാണ്. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചും കൂടെ അതിൻ്റെ തൊട്ട് പ്രവേശം കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത് ESPയുടെ ഒരു ഓഫ് സ്വിച്ചാണ്. ഒരു നമ്പറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ESP ഓഫ് ആവുന്നതായിരിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് USB-യുടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു ഡുവൽ വോൾട്ടിൻ്റെ ഒരു പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മേലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആസാഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് സർക്കിൾ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിൻ്റെ തൊട്ട് 2 വശമായിട്ട് AC വിൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഒരു സ്മാർട്ട് പ്ലേ കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയോട് കൂടിയിട്ടുള്ള ഒരു സ്മാർട്ട് പ്ലേ ആണ്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. മാരുതിയുടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനങ്ങൾക്ക്, ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് 360 ഡിഗ്രി ക്യാമറകളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. AC-യുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് കൺട്രോൾ യൂണിറ്റാണ്.
നമുക്ക് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. AC ഓൺ ചെയ്യുന്നൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്യുന്നതിനും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ഹീറ്ററിൻ്റെ ഓരോ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. എയർ ഫ്ലോ ഏത് രീതിക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു സ്വിച്ചാണ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് AC ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. AC വെൻ്റ് രണ്ട് സൈഡും ഒരു അറ്റത്ത് 2 കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിൾ ചെയ്യാനുള്ളൊരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് വയർലെസ് ചാർജർ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഒരു 30,000 രൂപയുടെ മേലെയുള്ളൊരു മൊബൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വാഹനത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി ഇതിൻ്റെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിറർ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മിററാണ് കേട്ടോ. നമുക്ക് രാത്രി കാലഘട്ടങ്ങളിൽ ഗ്ലേസിങ് വരാതിരിക്കാനുള്ളൊരു ഓപ്ഷനാണത്. നമുക്കത് ആവശ്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാം. പിന്നെ സ്പോട്ട് ലാമ്പ് ബാക്ക് 2 സൈഡും സ്പോട്ട് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഒരു യെല്ലോ കളറുള്ളൊരു സ്പോട്ട് ലാമ്പാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതും കാണാനായിട്ട്. റൂഫ് സൈഡിലെ സൺഗാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മിറർ, അതിലൊരു ലൈറ്റും കൂടെ വന്നിട്ടുണ്ട്. ഇത് 2 സൈഡും വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രൈവർ സൈഡും അതേപോലെ തന്നെ പാസഞ്ചർ സൈഡും അവൈലബിൾ ആണ്. ഇതിൻ്റെ റൂം ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റും ഒരു സൺഗ്ലാസ് വെക്കേണ്ട ഒരു പോർഷൻ ഇതിനുണ്ട്. അതിലൊന്ന് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരുന്നതായിരിക്കും. 2 സൈഡുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സെൻട്രൽ കാണുന്ന ഒരു സ്വിച്ചാണ് നമ്മളുടെ സ്ലൈഡിങ് റൂഫിൻ്റെ ഒരു സ്വിച്ചാണത്. ആ സ്വിച്ചിൻ്റെ തൊട്ട് സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓപ്പൺ, പുഷ്, ക്ലോസ് എന്ന് പറയുന്നൊരു 3 മാർക്കോട് കൂടിയിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ക്ലോസിങ് ആണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പ്രസ് ചെയ്യുക, ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസും ഓപ്പണും ആവുന്നതാണ് കേട്ടോ. ഗിയർ ലിവറിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു 4 സ്വിച്ച് കണ്ടോ, അത് നമ്മൾക്ക് ഒന്ന് വന്നിട്ട് ഡ്രൈവ് മോഡ് ഓട്ടിക്കാനായിട്ടുള്ള ഒരു സ്വിച്ചാണ്. അതിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് മോഡാവും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് EV മോഡ്. അതിലമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EV മോഡിൽ ഓട്ടിക്കാം. അതിൻ്റെ തൊട്ട് താഴെ 2 സ്വിച്ച് കാണുന്നത് ഓട്ടോ ACയുടെ ഒരു സ്വിച്ചാണ്. ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡ് 2 സീറ്റിലാണ് അത് വരുന്നത്. അതിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫാൻ വർക്കാവുന്നതായിരിക്കും. നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യണ്ടോ. ആ സമയത്ത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓണാവും. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അതിനെ ആ ഡാഷ്ബോർഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കീ, ഈ ഒരു മോഡലിലാണ് ഈ ഒരു വാഹനത്തിന് കീ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ മാനുവലായിട്ടും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗിയർ ലിവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഗിയർ ലിവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. CVT ഗിയർ ബോക്സ് ആണ് കേട്ടോ. അതിന് ആനുപാതികമായിട്ടാണ് അതിൻ്റെ ഗിയർ ലിവറും നൽകിയിരിക്കുന്നത്. ഇത് ഫ്ലോറിലുള്ള ഒരു കൺസോൾ ബോക്സ് ആണ് കേട്ടോ. ബ്ലാക്ക് കളറുള്ള ലെതർ ടൈപ്പിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ നമുക്ക് വെക്കാം കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. എന്തായാലും ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ അതും. കൺസോൾ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മാരുതി വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു കൺസോൾ ബോക്സ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം RC ബുക്ക് വെക്കാനും കുറച്ച് ബുക്കും പേപ്പറുകളൊക്കെ വെക്കാനായിട്ട് ഇത് ഉപകരിക്കുന്നതാണ്. ആ ഒരു സ്പേസും അതിനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ. നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളൊരു 3 പേര് ഇരുന്നാലും സുഖമായിട്ടിരുന്ന യാത്രയാട്ടോ. ഫ്രണ്ടിൽ ഡോറിൽ ചെയ്തിരിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡോറിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ സ്പീക്കറും കൂടി ഉണ്ട്. അത് നമ്മൾക്ക് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു AC വെൻ്റ് കാണാം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു സ്വിച്ചും കൂടെ താഴെ കാണാം. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് USB-യുടെ ഒരു 2 പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ടയോട്ടയുടെ കമ്പനിയാണ് കേട്ടോ. സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാൻഡ് വിറ്റാറയ്ക്കാണ് കേട്ടോ.
മാരുതിയുടെ ഈ ഒരു വാഹനം യാതൊരു കാരണവശാലും എഞ്ചിൻ റൂം വാഷ് ചെയ്യരുത് കേട്ടോ. സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് പാസേജ് കൂടുതൽ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എഞ്ചിൻ റൂം. അതുകൊണ്ട് തന്നെയാണ് മാരുതി തന്നെ പറയുന്നത് എഞ്ചിൻ റൂം യാതൊരു കാരണവശാലും വാഷ് ചെയ്യരുതെന്ന്. 3 പിസ്റ്റനോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിന് വരുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിന്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4345 mm ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1795 mm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1645 mm ആണ്. വീൽ ബേസ് എന്ന് പറയുന്നത് 2600 mm ആണ്. ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.4 mm ആണ്. ഇതിൻ്റെ ടയർ സ്പേസ് എന്ന് പറയുന്നത് 215/60 R17 ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 45 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് കേട്ടോ. ഏകദേശം ഒരു ഫുൾ ടാങ്ക് നമ്മൾ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ കറങ്ങേണ്ട ഒരു മൈലേജ് കൂടി ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഏകദേശം ഒരു 30 കിലോമീറ്റർ മൈലേജ് നമ്മൾക്ക് നിലവിൽ എന്തായാലും കിട്ടും കേട്ടോ, ഹൈവേ ടു ഹൈവേ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു വാഹനത്തിൻ്റെ ഇഞ്ചിൻ്റെ പവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 68 kW ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ഇഞ്ചിൻ പവർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചിൻ ടോർക്ക് എന്ന് പറയുന്നത് 122 Nm ആണ്. ട്രാൻസ്മിഷൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ECVT ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബാറ്ററി ടൈപ്പ് ലിഥിയം ബാറ്ററിയാണ് നമ്മൾക്ക് നിലവിൽ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടറിൻ്റെ പവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 59 kW ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു മോട്ടറിൻ്റെ പവർ. അതേപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 141 Nm ആണ്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് 6 എയർ ബാഗുകളാണ് നൽകിയിരിക്കുന്നത്. BS6 ആണ് കേട്ടോ ഇതിൻ്റെ എൻജിൻ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ വളരെ കമ്മിയായിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മാരുതി വാഹനങ്ങളും BS6 വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഇഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഞ്ചിനിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബാറ്ററി ലിഥിയം ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഞ്ചിൻ ഓട്ടോമാറ്റിക്കായി ഓഫായി ആ ഒരു ബാറ്ററിയിലേക്ക് കൺവേർട്ട് ആകും. അതായത് പിന്നെ EVയിലായിരിക്കും ഈ ഒരു വാഹനം ഓടുക. കുറേ ദൂരം EVയിൽ ഓടിയ ശേഷം ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇഞ്ചിൻ ഓൺ ആവും. ബാറ്ററി ചാർജ് ആയ ശേഷം വീണ്ടും ബാറ്ററിയിലേക്ക് കൺവേർട്ട് ആകും. ഇങ്ങനെയാണ് ഈ ഒരു വാഹനം ഓടുന്നത്. നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. മാരുതിയുടെ ഇതേപോലുള്ളൊരു വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ടില്ല. അതായത് EVയിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെന്ന് പോലും നമുക്ക് അറിയില്ല. വളരെ സ്മൂത്താണ്. ചെറിയൊരു നോയ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇഞ്ചൻ ഓണാവുന്ന ഒരു ചെറിയൊരു നോയ്സ് മാത്രമേ ഉള്ളൂ. അത് ഓണാവുന്ന ഒരു സമയത്ത് മാത്രമേ ഒരു നോയ്സ് ഉള്ളൂ. നല്ല മൈലേജും കൂടി ഉണ്ട് കേട്ടോ. കമ്പനി അവകാശപ്പെടുന്നത് ഇതിന് 27.95 km/ലിറ്ററിൽ. എന്നാൽ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ആവറേജ് എക്കോണമി വന്നിരിക്കുന്നത് 32ൻ്റെ മേലെയാണ് കേട്ടോ മൈലേജ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു XUV മോഡലാണ് സെലക്ട് ചെയ്യണതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാൻഡ് വിത്തറ സ്ട്രോങ് ഹൈബ്രിഡ് ധൈര്യമായിട്ട് എടുത്തോളൂ. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള കംപ്ലൈൻറ്റുകളോ ഈ ഒരു വാഹനത്തിനുള്ളൂ. ഇപ്പോൾ ഇറങ്ങുന്ന റോഡുകളിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളാണ് ഇതേമാതിരി മാരുതിയുടെ ഇറങ്ങുന്നത്. നല്ല മൈലേജ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ പരിചയപ്പെട്ട മോഡൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് വിത്തറയുടെ സ്ട്രോങ് ഹൈബ്രിഡായ ആൽഫ പ്ലസ് CVT മോഡലായിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,93,391 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില. തരം മോഡൽ പ്രൈസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഗ്രാൻഡ് വിത്താരയുടെ സ്മാർട്ട് ഹൈബ്രിഡായ സിഗ്മയാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത്. 10,99,000 രൂപയാണ് സ്റ്റാർട്ടിങ് വില വരുന്നത്. പിന്നെ സ്ട്രോങ് ഹൈബ്രിഡായ ആൽഫ പ്ലസ് CVT ഡോൾ കളറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 20,93,093 രൂപയാണ് ഈ ഒരു വാഹനത്തിന് വില എന്ന് പറയുന്നത്. ഇതൊരു ഷോറൂം പ്രൈസാണ് കേട്ടോ. ടാക്സ് ഇൻഷുറൻസ് അഡീഷണൽ ആയിട്ട് വരുന്നതായിരിക്കും. മാരുതിയുടെ ഈ ഒരു മോഡലായിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.